ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും മലമ. അപ്പോൾ ഇന്നത്തെ ഒരു അയിലക്കറി. ആ അയില മീൻ കറിയാണെന്ന്. അയില മീൻ കറിയുണ്ട്, വറുക്കാനുണ്ട്. അത് വറുക്കാൻ കാണിക്കില്ല, അയില മീൻ കറി മാത്രം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ കാണിക്കാം. ഇത് ഒരു കുറച്ച് മല്ലി, ഒരു ഇത്ര മല്ലി, പിന്നെ ആവശ്യത്തിനുള്ള മുളകും മഞ്ഞളും കൂടി അരച്ചതാണ്. പിന്നെ വാളംപുളി, പുളി നമ്മുടെ ആവശ്യത്തിന്. പിന്നെ കുറച്ച് നാളികേരപ്പാല്, അതും നമ്മുടെ ആവശ്യത്തിന്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില, കടുക്, ഉലുവ, എണ്ണ, ഉപ്പ്. ഇത്രേ വേണ്ടു. മീൻ കറിക്ക് പിന്നെ എത്ര വേണം? അപ്പൊ നമ്മൾ ചട്ടി വെച്ചു. ചട്ടി ചൂടാകട്ടെ. എന്തുകൊണ്ട് അമ്മ ചട്ടി നേരത്തെ വെച്ച് ചൂടാക്കിയില്ല? അയ്യടാ, ഒന്നും പറയാൻ കിട്ടിയില്ല അല്ലേ എന്റെ പൊന്നുമോനെ. അല്ല, ചട്ടി ഇവിടെ വന്നിട്ടല്ലേ വെക്കുക. നമുക്ക് എന്ന് ഈ ചട്ടിയിൽ മീൻചാറ് വെക്കണോ ഭയങ്കര ഇഷ്ടല്ലേ? എന്താ ഈ ചട്ടിയായിട്ട് മീൻചാറ് മാത്രല്ല കേട്ടോ, സത്യം പറഞ്ഞ നമുക്ക് ശരിക്കും പറഞ്ഞ പുറത്ത് പോകുമ്പോഴേ അധികം ഇപ്പൊ പുറത്ത് പോവാനില്ല. പോകുമ്പോ ചട്ടി എവിടെ വിൽക്കാൻ വെച്ചത് ഈ ഭാഗത്തൊന്നും കണ്ടില്ല കേട്ടോ. ഞാൻ പോണ ഭാഗത്ത് കണ്ടില്ല. ആ തൃശ്ശൂർക്കൊക്കെ പോകുമ്പോ ആഗമന ഭാഗല്ലേ, അവിടെയൊക്കെ നിറയെ വെച്ചിട്ടുണ്ടാവും. ഇനി മേടിക്കണ ഒക്കെ പൊട്ടിപ്പോയി ചട്ടികളൊക്കെ. അതെന്താ അമ്മക്കൊരു ഒരു പ്രത്യേക രീതിയാണ്. ചട്ടി, കുട്ടി, പട്ടി, ഈ മൂന്നിന് ഭയങ്കര ഇഷ്ടമാണല്ലോ. പക്ഷെ ചട്ടി തൊടും. എനിക്ക് എല്ലാത്തിനും ഉള്ളൊരു ചട്ടി കുറച്ച് മേടിക്കണം, അതിന് വേണ്ടിട്ട് പോണം. അതിന് നിന്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചട്ടി വിൽക്കുന്ന സ്ഥലം വന്നാൽ അച്ഛൻ വിടുമല്ലോ. പക്ഷെ ഇപ്പൊ വിടില്ല, എന്താ പറയാ, ഇപ്പൊ ചട്ടി ഇവിടെ ഇല്ല. അപ്പൊ പിന്നെ അവിടെ നിർത്താൻ പറഞ്ഞാൽ നിർത്തും. പണ്ട് അങ്ങനെയല്ല, കണ്ടോടത്തൊക്കെ ചട്ടി മേടിക്കുക, എവിടെയെങ്കിലും കണ്ടാൽ മതി. അപ്പൊ ആക്സിലേറ്റർ വേഗം അതൊക്കെ ഓരോരുത്തർ വന്ന് കൊണ്ടുപോവാ. ഇത് നല്ല ചട്ടിയാണല്ലോ, ഇത് മയക്ക ചട്ടിയല്ലേ. ചട്ടിയൊക്കെ കൊണ്ടുപോകും ആൾക്കാര്. അയ്യോ, എനിക്കിത് മയക്കാനറിയില്ല, ഞാൻ കൊണ്ടോട്ടെ. മയക്കണ ചട്ടി ഉണ്ടോ? അങ്ങനെയല്ല, ചട്ടി ആദ്യം കൊണ്ടുവരുമ്പോ ഒന്ന് മയക്കും ഇട്ടിട്ട്. ഓഹോ, ചട്ടീനൊക്കെ മയക്കണോ? തലേ ദിവസത്തെ കറിയൊക്കെ ഇല്ലേ, അത് ചൂടാക്കും, എന്നിട്ട് അത് കഴുകും. ചിലപ്പോ കുറച്ച് ചുടുവെള്ളം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടാ ഞാൻ മയക്കുക കേട്ടോ. ഇവിടെ ഉപ്പ്, അങ്ങനെ ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞു തന്ന പോലെയൊക്കെ മയക്കും. പക്ഷെ ഏറ്റവും നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ പറയുക, ഈ കറിയില്ലേ, ഇപ്പൊ തലേ ദിവസത്തെ കറി കുറച്ച് പുളിച്ച കറിയൊക്കെ ഉണ്ടാവില്ലേ, അതൊന്ന് ചൂടാക്കിയിട്ട് അത് കളഞ്ഞിട്ടുണ്ട് കഴുകി കഴിഞ്ഞാൽ സൂപ്പറാവും. അതെന്റെ അമ്മ പറഞ്ഞതാണ്. അതാണ് എനിക്ക് നല്ലതായിട്ട് തോന്നുന്നത്. എല്ലാവർക്കും ഒരു അമ്മ ഉണ്ടാവും, എല്ലാം പറഞ്ഞുതരാം. അമ്മ എന്താ എല്ലാവർക്കും പിന്നെ അമ്മയില്ലാണ്ട് തന്നെയാണ് നീയൊക്കെ പൊട്ടിമുളച്ചത്. അല്ല, എനിക്കെന്താ അമ്മ ഒന്നും പറഞ്ഞുതരാത്ത ഇങ്ങനത്തൊന്നും? നീ പെൺകുട്ടികളല്ലോ, നിനക്ക് പറഞ്ഞുതരാം. അപ്പൊ അങ്ങനെ പറയരുത്. ഈ പെൺകുട്ടികൾക്ക് മാത്രം അങ്ങനെ ഒരു പ്രത്യേകത ഒന്നുമില്ല. ഞങ്ങൾ അടുക്കളയിൽ വന്ന് ചെയ്യും. ഞങ്ങൾക്ക് ഇതിപ്പോ എണ്ണ വെച്ചു. എന്തറിയോ, ഇതിപ്പോ എല്ലാവർക്കും അറിയുന്ന കാര്യമാണെങ്കിലും നമ്മളൊരു കാര്യം ചെയ്യുമ്പോ അത് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കണ്ടേ? വേണല്ലോ. വേണ്ടേ? അത് ഞാൻ എപ്പോഴും അമ്മേനോട് പറയാറില്ലല്ലോ, അതിന്റെ ഇടയ്ക്ക് സംസാരിക്കരുതെന്ന്. അത് കറക്റ്റ് കൃത്യമായിട്ട് ചെയ്തിട്ട് അമ്മ സംസാരിക്കാൻ പാടുള്ളൂ. ഈ സംസാരം മാത്രം ആവരുത്, അതിന്റെ ഇടയ്ക്ക് അതും കൂടി അമ്മ ചെയ്തിട്ട് വേണം സംസാരിക്കാന്ന് പറയാറില്ലേ? ഞാൻ ഇന്നലെയും കൂടി പറഞ്ഞല്ലോ. എന്നിട്ടാടാ ഇന്നലെ ഇങ്ങനെ നമ്മള് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുമ്പോ അപ്പൊ നിനക്ക് വേണ്ടിട്ട് ഞാൻ കടുക് ഇത്തിരി കുറയ്ക്കാം കേട്ടോ. ഇത്തിരി കടുകാണ്. കടുക് ഒരുപാട് കണ്ടാൽ നിനക്ക് ഇഷ്ടമില്ലല്ലോ. എന്താ നിനക്ക് ഈ കടുകിനോട് ഇത്ര ശത്രുത ഒന്നുമില്ല. ഈ കടുക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വായിൽ കിട്ടുമ്പോൾ വലിയൊരു സുഖമില്ല. പക്ഷെ അത് എൻ്റെ ഒരു ഇതൊക്കെ തന്നെ ഉലുവ ഉലുവയും കടുക്. അമ്മയ്ക്ക് ആദ്യത്തെ വിവാഹമോചനം കണ്ടുപിടിച്ചത് ആരാന്നറിയോ അമ്മയ്ക്ക്? ആദ്യത്തെ വിവാഹമോചനം ഫസ്റ്റ് എന്ന് വെച്ചാൽ പണ്ട് കാലത്തൊക്കെ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഭർത്താവ് എങ്ങനത്തവനാണല്ലോ അവൻ്റെ ഒപ്പം തന്നെ ജീവിക്കണമെന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ പണ്ട്. ആ കാലഘട്ടത്തെ ആദ്യത്തെ വിവാഹമോചനം ഏതാണെന്നറിയാൻ പറ്റും. അതൊക്കെ ഉണ്ടമ്മ പറഞ്ഞുതരാ. അവിടുന്ന് തുടങ്ങി പുരാതന കാലത്താണ് വിവാഹമോചനം ആദ്യമായിട്ട് ഉണ്ടായിരുന്നത്. എന്താണ് വിവാഹമോചനം? ഇപ്പോൾ ഒരു കല്യാണം നടക്കുകയാണ്. ഇപ്പോൾ മുസ്ലിംസ് ഇതൊരു വിവാഹത്തിൽപ്പെട്ടൊരു കല്യാണം എന്ന് വിചാരിച്ചോളൂ. ആ കല്യാണത്തിന് എങ്ങനെയാണ് ചോദിക്കാറ് പെണ്ണിനോട്? സമ്മതാണോ? കർണാടക ഭാഗത്ത് ഒക്കെ ചോദിക്കുന്നറിയോ, കുബൂൽ ഹേ എന്ന് ചോദിക്കും. അപ്പോൾ കുബൂൽ ഹേ എന്ന് പറയുന്നു അല്ലേ? അപ്പോൾ അതേപോലെ വേണ്ടാന്ന് വെക്കണമെങ്കിൽ എന്ത് പറയണം? തലാഖ് അല്ലേ? അപ്പോൾ ഇത്
പണ്ടെല്ലാം ഒരു പുരാണ കഥകളിലുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഇതാ ഇനി അതും ഒന്ന് മൂത്തിട്ട് അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ മീൻകറി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഇങ്ങനെ പലതരത്തിലും വെക്കും. എന്നാലും എല്ലാ പാചകവും എല്ലാവർക്കും അറിയാമാ. അപ്പോൾ നമ്മളൊരു പാചകം ഉണ്ടാക്കണം, അതും കാണിച്ചു കൊടുക്കാം. പിന്നെ അമ്മയ്ക്ക് മുതലക്കറി വെക്കാനൊന്നും അറിയില്ലല്ലോ. ഒരു മുതല കിട്ടിയ അമ്മ കറി വെക്കില്ലല്ലോ, പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും അറിയണ കറി തന്നെ അമ്മ എല്ലാവർക്കും വെക്കാൻ പറ്റുള്ളൂ. ആർക്കും അറിയാത്തൊരു കറി വെക്കണമെങ്കിൽ ഈ മുളകും മല്ലി കുറച്ചിട്ടാ, ഒരു 1/4 സ്പൂൺ മല്ലി. എന്താ ഇത്ര കൂടുതലിട്ട് എന്ത് സംഭവിക്കും? ഞങ്ങൾ കണ്ടില്ലല്ലോ, എങ്ങനെ വിശ്വസിക്കും? കണ്ടിട്ടില്ലല്ലോ. നിറം കണ്ട മനസ്സിലാവോ? പിന്നെ മഞ്ഞളും കൂട്ടി അരച്ചതാണ് കേട്ടോ. ഒന്ന് പൊടിച്ചിട്ട് പിന്നെ അരച്ചതാണ്. എന്താ പറയുക, ഇത് മല്ലി ഒന്ന് വേഗം അരഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെ ആദ്യം ഒന്ന് പൊടിച്ചു, എന്നിട്ട് ഇത്തിരി വെള്ളം കൂട്ടി അരച്ചു. അതാണ് മനസ്സിലായി. ഇപ്പം മനസ്സിലായി വരുന്നു. എന്നിട്ട് ഇതൊന്ന് നമുക്കൊരു തൊപ്പിയൊക്കെ മേടിച്ച് തലയിലിട്ടൂടെ അമ്മ? അങ്ങനെ പാചകമൊക്കെ ചെയ്യുന്നതൊക്കെ ഇടില്ലേ? അയ്യോ, വീട്ടിലെ ഷെഫല്ലേ അമ്മ? ഒരു തൊപ്പിയൊക്കെ വേണമെങ്കിൽ നമുക്ക് തരാം. വേണോ? ഒരു തൊപ്പി ഉണ്ട് കേട്ടോ ഇവിടെ. വേണോ അമ്മയ്ക്ക്? ആ, തൊപ്പി തരും. ഇവിടെ ഫോട്ടോ ഒന്നും തരാനുണ്ടോ? അതെന്തിനാ? അല്ല, അങ്ങനെയല്ല, കളിയാക്കിയതല്ല. നമ്മുടെ മകൻ പണ്ടൊരു തൊപ്പി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇവിടെ. ഈ കയ്യിൽ ഗ്ലൗസും തലയിലൊരു തൊപ്പിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇന്നാള് കണ്ടു, എന്തോ ക്ലീൻ ചെയ്യുമ്പോൾ. ഇങ്ങനെ ഒരു തൊപ്പി ഇവിടെ ഉണ്ടല്ലോ, അമ്മേനെ ഇട്ട് നിർത്തണമെന്നൊക്കെ. അമ്മ ആ തൊപ്പി ഇട്ടിട്ടേ ഇല്ലേ വേണു? എന്തിനാ അവൻ അങ്ങനെ തൊപ്പി കൊണ്ടുവന്നത്? ആ, എന്താ അമ്മയ്ക്ക് പാചകറാണി പട്ടം പറ്റി തന്നാണോ തൊപ്പി കൊണ്ട്? അല്ല, അല്ലെങ്കിൽ അമ്മ പാചകം ശരിക്ക് പറയും. അല്ല, അന്ന് എന്തിനാണ് അത്രയും വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ സാധനം കൊണ്ട് നമുക്ക് തന്നത്? എപ്പോ? പണ്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പല്ലേ? അന്ന് അമ്മ വിചാരിച്ച് വീട്ടിൽ തൊപ്പിയൊക്കെ ഇട്ടിട്ട് അമ്മ നിൽക്കുന്ന ഗ്ലൗസും തൊപ്പിയൊക്കെ ഇട്ടിട്ട്. അതല്ല ഞാൻ ഒന്ന് അതെന്തിനാവും പറഞ്ഞല്ലോ. അമ്മ ഒന്നാമത് ഇത് തലയിലിടുന്ന സമയത്ത് നമുക്ക് ചൂടെടുക്കില്ല. പിന്നെ നമ്മുടെ തലയുടെ മുടിയൊക്കെ ചിലപ്പോൾ ഇടയ്ക്ക് ആൾക്കാർ ഇങ്ങനെ കയ്യിൽ തലയിൽ തൊടില്ലേ, അത് തൊടില്ല. അപ്പൊ ഇതിന്റെ മുകളിലല്ലേ തൊടുക. അതിനൊക്കെ നല്ലതാണെന്നാണ് അവൻ പറഞ്ഞത്. പിന്നെ ചൂടെടുക്കാതിരിക്കാനും നല്ലതാണ് അതവൻ പറഞ്ഞത്, മനസ്സിലായി. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. അപ്പം അമ്മ, ഞാനൊരു ചോദ്യം ചോദിക്കാം കേട്ടോ. ആ, അമ്മേൻ്റെ അടുത്ത്. അല്ല, എനിക്ക് ആ അമ്മേൻ്റെ ചോദ്യം ചോദിച്ചിട്ടാണല്ലോ ഞാൻ തുടങ്ങുക. വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. എന്നിട്ടൊന്ന് ചോദ്യമൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഇതിലിരുന്ന സാധനങ്ങളൊക്കെ മറന്നു പോയല്ലേ, അല്ലേ? അത് ശരിയല്ലേ? അപ്പോൾ ഈ അരപ്പ് വെള്ളമാണത്. അതമ്മ എന്നും ഇടാറുണ്ട്. അത് കളയാൻ പറ്റൂല. നീ എന്തിനും ചോദിക്കുന്നതിനാ? അതന്നെ എന്നും ഇടാറുണ്ടെന്നാ പറഞ്ഞു. പിന്നെ ഈ പുളി ഒഴിച്ചു. ആവശ്യത്തിന്. ഇനി നമുക്ക് അതിലേക്ക് ഒരു ഇത്തിരി വെള്ളം ആവശ്യമുണ്ടാവും, കുറച്ച്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഒന്നുമില്ല, അത് തിളക്കണം. തിളച്ച് വയ്ക്കും. അതന്നെ ഞാൻ പറയാൻ വന്നു, തിളച്ചോട്ടെ. തിളക്കട്ടെ. തിളക്കണ്ടെന്ന് ഞാൻ പറഞ്ഞോ? തിളക്കണല്ലോ. പിന്നെ എൻ്റെ പൊന്നു പോലെ എന്താ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെന്ന് നമ്മുടെ മനസ്സിൽ ഏതൊരു കാര്യം ചിന്തിക്കണം, ആദ്യമായിട്ടൊരു ഉദാഹരണം പറയുമ്പോൾ എല്ലാവരും പറയും മഹാഭാരതത്തെ പറ്റി പറയും. മഹാഭാരതത്തിനെ പറ്റി പറയുമ്പോൾ എല്ലാവരുടെ ഓർമ്മയിൽ നിൽക്കുന്ന പേരുകളാണ് ശ്രീകൃഷ്ണ പരമാത്മൻ, അർജുനൻ, കർണൻ, ഭീഷ്മ പിതാമഹൻ, ദ്രോണാചാര്യർ. ഇങ്ങനെ മുഖ്യ കഥാപാത്രങ്ങളെയാണ് മെയിനായിട്ട് എല്ലാവരും ഓർക്കുക. രാമായണം ഓർക്കുമ്പോൾ രാമനെയും സീതേനെയും രാവണനെയും ഹനുമാനെയും ഒക്കെ ഓർക്കും. പക്ഷേ ഇതിൽ ഒതുങ്ങും ഏത്? മഹാഭാരതം. കഥകളുണ്ട്. കഥകൾ പറയുമ്പോൾ നമ്മൾ കഥകൾ കാണുമ്പോൾ സെൻറ്റിമെൻറ്റ്സ് ആയിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷെ സ്വാഭാവികം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാക്കിൽ വരുന്ന പേരുകൾ ഇത് മാത്രമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കാണ്ട് പോയ മഹാഭാരത ഒരു കഥാപാത്രമുണ്ട്, ഒരുപാട് ശ്രദ്ധിക്കാണ്ട് പോയൊരു കഥാപാത്രം. കാരണം ഇതിനെക്കാട്ടിലൊക്കെ ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളും സഹിച്ചിട്ടുള്ള ഒരു കഥാപാത്രമാണ് മഹാഭാരതത്തിൽ ബാക്കിയുണ്ട്.
ആരാന്നറിയോ? അറിയാ അറിയാതെ പറയുക ആൾക്കാർ ദ്രൗപദി. ദ്രൗപദി, ചിലർ പാഞ്ചാലി എന്ന് വിളിക്കും. ഈ പാഞ്ചാലി എന്ന് വിളിക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, 5 പുരുഷന്മാരെ കല്യാണം കഴിച്ചുകൊണ്ടാണ് പാഞ്ചാലി എന്ന് വിളിക്കുന്നത്. അല്ല, പാഞ്ചാല നരേശന്റെ മകളായതുകൊണ്ട്, ദ്രുപദ രാജാവിൻ്റെ പാഞ്ചാല നരേശൻ എന്ന് പറഞ്ഞ പാഞ്ചാല ദേശത്തെ രാജാവായതുകൊണ്ടാണ് പാഞ്ചാലി എന്ന് വിളിക്കുക. അത് ഒരുപാട് തെറ്റിദ്ധാരണകൾ ജനങ്ങളുടെ ഇടയിലുണ്ട്. 5 കല്യാണം കഴിച്ചുകൊണ്ട് പാഞ്ചാലി എന്ന് പറഞ്ഞാൽ 5 ഭർത്താക്കന്മാരുടെ ഭാര്യ എന്നൊരു തോന്നലുണ്ട്. ശരിക്കും ദ്രൗപദി ഒരു ജനനം ആവശ്യപ്പെട്ടതാണോ? ഒരു മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് ജനിച്ചവളാണോ? എങ്ങനെയാണ് ജനിച്ചത്? അഗ്നിയിൽ നിന്നും ദ്രുപദ രാജാവ്, അതെ, ദ്രുപദ രാജാവ് ദ്രോണാചാര്യരോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി തപസ് ചെയ്ത് ആ തപസ്സിൽ നിന്നും ഒരു ആൺകുഞ്ഞിനെ കിട്ടി, രണ്ടാമതൊരു പെൺകുഞ്ഞിനെ കിട്ടുമ്പോൾ ദുരിതങ്ങളുടെ മോട് ദുരിതം അനുഭവിക്കുന്ന ഒരു കുട്ടിയായിരിക്കും എന്ന് പറയുമ്പോൾ തന്നെ ഉപേക്ഷിച്ചു. എനിക്കിങ്ങനെ ഒരു മകള് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ അവസാനം പറഞ്ഞു, ഇവൾ ചരിത്രം സൃഷ്ടിക്കുന്നു, ഇവിടെ അഗ്നി പോലെ പരിശുദ്ധിയായിരിക്കും. കാരണം അഗ്നി കൊണ്ട് ജനിക്കുന്നവൾക്ക് ഒരിക്കലും അപമാനങ്ങളും വേറെ ഒന്നും അവൾക്ക് സംഭവിക്കില്ല. അവിടെ എത്ര അഴുക്കൽ വീണാലും അവിടെ അഗ്നി പോലെ പരിശുദ്ധിയായിരിക്കും. അതിപ്പോ പൂജാദ്രവ്യങ്ങളാണെങ്കിലും എന്താണെങ്കിലും ഒന്ന് കത്തിച്ച് കളഞ്ഞാൽ അതോടെ പോയി. അത് തീർച്ചയായിട്ടും ശുദ്ധിയായി. അപ്പോൾ ഈ ദ്രൗപദി എന്തായാലും ഒരു കള്ളുകൂടി ഒരു മിനിമം ഒരു പെൺകുട്ടികൾക്ക് സഹിക്കാൻ പറ്റും. അതെന്തോ ആഴ്ചയിലോ എപ്പോഴെങ്കിലും കുടിച്ചോട്ടെ, തെറ്റാണെങ്കിലും സഹിക്കാൻ പറ്റും. പക്ഷേ ചൂതുകളീനെ മനുഷ്യന് സഹിക്കാൻ പറ്റുമോ? അപ്പോൾ ഏറ്റവും വലിയ തെറ്റ് ചെയ്തവർ ആരറിയോ? നമ്മൾ മഹാഭാരതത്തിലെ ഏറ്റവും ശ്രേഷ്ഠം എന്ന് വിളിച്ച പഞ്ചപാണ്ഡവന്മാർ. ശരിക്കും അതിൽ മൂത്ത പാണ്ഡവൻ്റെ പേരെന്താണ്? യുധിഷ്ഠിരൻ. ധർമ്മരായൻ യുധിഷ്ഠിരൻ എന്ന് വെച്ചാൽ യമധർമ്മരായൻ്റെ മകനായതുകൊണ്ടും ആ വരദാനം കൊണ്ട് കിട്ടിയത് കൊണ്ടും ധർമ്മരായൻ. അപ്പോൾ മൂപ്പൻ്റെ സർവ്വതും പണയം വെച്ചു. സ്വത്ത്, സ്വർണ്ണാഭരണങ്ങൾ, ആൾക്ക് കിട്ടിയിട്ടുള്ള സഹോദരന്മാർ, ആളുടെ ഒപ്പം ജനിച്ചിട്ടുള്ള സഹോദരന്മാരാവട്ടെ, ആൾ കിട്ടിയിട്ടുള്ള രാജ്യങ്ങളാവട്ടെ, എല്ലാം മൂപ്പർ പണയം വെച്ചു. പക്ഷേ ദ്രൗപദിയെ പണയം വെക്കാനുള്ള അധികാരം ആൾക്കുണ്ടായിരുന്നോ? ആദ്യമാണെങ്കിൽ ഉണ്ടാവും. പക്ഷേ അയാളെ പണയം വെച്ചതിന് ശേഷമാണ് ദ്രൗപദിയെ പണയം വെച്ചത്. അതാ പറയണത്. അയാളെ നഷ്ടപ്പെട്ടതിന് ശേഷം എങ്ങനെയാണ് ഭാര്യ അയാളുടെ ആവുക? അയാള് മറ്റൊരാളുടെ സ്വന്തമായി കഴിഞ്ഞില്ലേ? പിന്നെ ഭാര്യനെ വിൽക്കാനുള്ള അയാൾക്കില്ല. അത് ഒരു തെറ്റ്. അത് നമ്മൾ പ്രാക്ടിക്കലി കാണുമ്പോഴുള്ള തെറ്റ്. ശരിക്കുള്ള തെറ്റെന്താ അറിയോ? അമ്മേനെ അച്ഛന് കല്യാണം കഴിച്ചു കൊടുത്തു, അല്ലേ? അച്ഛന് കല്യാണം കഴിച്ചു കൊടുത്താൽ അച്ഛൻ അമ്മനെ സംരക്ഷിക്കുന്നു പറഞ്ഞിട്ടാണ് ഒരു പിതാവ് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ വഴിയോർത്ത് കൊണ്ടുപോയി പണയം വെക്കും പറഞ്ഞിട്ടല്ല. മനസ്സിലായില്ലേ? ദ്രൗപദി എന്നുള്ള ആളിനെ തൻ്റെ ഇഷ്ടത്തിന് തോന്നിയ പോലെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് പണയം വെക്കാനോ വിൽക്കാനുള്ള അധികാരം ഭർത്താവിന് ആര് കൊടുത്തു? ആ ഒരു ചോദ്യം മഹാഭാരതത്തിൽ വലിയൊരു ചോദ്യമല്ലേ? ഒരു ദാസി വന്നിട്ട് വിളിക്കുകയാണ് ആദ്യം, നിങ്ങളെ രാജ്യസഭയിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, എന്തിനാണ് എന്നെ വരാൻ പറഞ്ഞത് ചോദിക്കുക. ആദ്യത്തെ വർത്തമാനം എന്താ കേട്ടതറിയോ? നിങ്ങളുടെ ഭർത്താക്കന്മാർ പണയം വെച്ചു എന്ന്. ആ പണയം വെച്ചു എന്ന് കേട്ട പാതി ദ്രൗപദി പറഞ്ഞ ഉത്തരം എന്താ അറിയോ? എന്ത് പണയം വെക്കാനോ എന്ന് കേട്ടത് എൻ്റെ ഭർത്താക്കന്മാർ അങ്ങനെ ചെയ്തോ? അതെ, അവർ സ്വയം അവരെ പണയപ്പെടുത്തി അതിനുശേഷം എന്നെയും പണയം വെച്ച് കൊടുത്തപ്പോൾ അവർ സ്വയം പണയപ്പെടുത്തിയ ഒരു വ്യക്തിക്ക് മറ്റൊരാളിനെ പണയപ്പെടുത്താൻ എന്താ ഉള്ളത്? അവർ തന്നെ ഇന്നൊരാളുടെ അടിമയാണ്. പിന്നെ എന്നെ എങ്ങനെ പണയം വെക്കുക? അതൊന്ന്. രണ്ടാമത്തെ ചോദ്യം എന്താ അറിയോ? അവരെപ്പം എന്നെ പണയം വെക്കണമെന്ന് മനസ്സിൽ ചിന്തിച്ചോ അപ്പം തന്നെ അവരെൻ്റെ ഭർത്താവല്ല, ഞാൻ ദ്രുപദപുത്രിയാണ് പറഞ്ഞു. ദ്രുപദപുത്രീനെ പണയം വെക്കാനുള്ള അധികാരം ഭർത്താവിനില്ല. കാരണം ജനിപ്പിച്ച അച്ഛനും അമ്മയും ജീവനോടിരിക്കുമ്പോൾ ആ ഒരു ജീവനുള്ള ഒരു സംഭവത്തിന്, അത് ഭാര്യയാവട്ടെ മകളാവട്ടെ ആരായിക്കോട്ടെ, ഒരു ഭാര്യയാവട്ടെ, ആ ഭാര്യയെ കൊണ്ടുപോയി പണയം വെക്കാനുള്ള അധികാരം ഏത് ഭർത്താവിനുണ്ട്? ആര് കൊടുത്തു? ഈ കന്യാദാനം എന്ന് പറഞ്ഞ ഒരു പശുവിനെ കൊടുത്തിട്ട് ഇത് നന്നായിരിക്കുന്ന കാലം വരെ നോക്കിയോ, അതിൻ്റെ പാല് കറവും കാര്യങ്ങളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നീ അതിനെ കൊണ്ടുപോയി വിറ്റോ എന്ന് പറയുന്ന പോലെ പശു കച്ചവടമല്ല ചെയ്തെടുക്കുന്നത്. കന്യാദാനം ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠദാനമാണ്. ഇവരെ പണയം എങ്ങനെ വെച്ചു? ആ പണയം വെച്ചതിന് ശേഷം അവർ വരാൻ സമ്മതിക്കാണ്ടിരുന്നപ്പോൾ കയ്യും കെട്ടി നോക്കിയിരുന്ന ഇത്രയും വീരപുരുഷന്മാരില്ലേ? ഈ പഞ്ചപാണ്ഡവന്മാർ അവിടെ ഇരിക്കട്ടെ. ഒന്ന് 1000 ആനയുടെ വിലയുള്ള ഭീമസേനൻ, പിന്നെ ലോകത്താർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത വില്ലാലി വീരൻ, ശ്രീകൃഷ്ണൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന അർജുനൻ, പിന്നെ നകുലൻ, സഹദേവൻ, യുധിഷ്ഠിരൻ, ധർമ്മം മാത്രം പറയണം, ഒരു നുണയും കൂടിയും പറയില്ല, ഒരാൾക്കും തെറ്റ് ചെയ്യാത്ത ധർമ്മരായൻ ആദ്യത്തെ തെറ്റ് ചെയ്ത് തന്നെ സ്വന്തം ഭാര്യയെ പണയം വെച്ചുകൊണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ രാജകൊട്ടാരത്തിൽ ഇരുന്ന ആൾക്കാർ ദൈവതുല്യനായ ദ്രോണൻ എന്ന് വെച്ചാൽ അർജുനനെ പോലെ ഒരു ശ്രേഷ്ഠ ശിഷ്യന്മാരെയൊക്കെ ഉണ്ടാക്കാൻ കഴിവുള്ള ദൈവത്തിന് തുല്യനായ ദ്രോണാചാര്യർ അവിടെ ഇരിക്കുന്നുണ്ട്. മിണ്ടിയോ?
ഭീഷ്മ പിതാമഹൻ ഞാൻ എന്തോ ശപഥം ചെയ്തിട്ടുണ്ട്, ഇനി ഈ കുരുവംശം എന്ത് പറയണോ അതുപോലെ തന്നെ ഞാൻ ജീവിക്കുള്ളൂ, ഇവരെന്ത് തെമ്മാടിത്തരം ചെയ്താലും നോക്കിക്കൊണ്ടിരിക്കുക, എൻ്റെ ശപഥമാണ് വലുതെന്ന് പറഞ്ഞിട്ട് ഭീഷ്മർ അവിടെ കൈ കെട്ടിയിരിക്കാൻ പാടുമോ? ഒരു ശപഥം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ലോകത്തെ ഏറ്റവും വലിയ അക്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ത്രീയെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് അവൻ്റെ വസ്ത്രമൊക്കെ ഊരി. അപ്പോൾ യഥാർത്ഥമായിട്ട് ദുര്യോധനൻ പറഞ്ഞു, മീനിൽ ഞാൻ ഇത്തിരി മുളകും മഞ്ഞളും പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ദാസിയായല്ലോ, അവർ സമ്മതിച്ചില്ല, ഞാൻ ദ്രുപദപുത്രിയാണ്, എന്നെ പണയം വെക്കാൻ എൻ്റെ ഭർത്താക്കന്മാർക്ക് അർഹതയില്ല, ഞാൻ അവൻ്റെ ഭാര്യ മാത്രമാണ്, പക്ഷെ പണയ വസ്തു അല്ല എന്നവർ വാദിച്ചു. പക്ഷെ ഒരു സ്ത്രീനെ എത്ര തന്നെ പ്രതികരിക്കാൻ പറ്റും? പ്രതികരിക്കാൻ പറ്റിയില്ല. അങ്ങനെ പ്രതികരിക്കാൻ പറ്റാത്ത അബലയായ ഒരു സ്ത്രീനെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന രാജ്യസഭയിൽ രാജ്യസഭയിൽ വരുത്തിയപ്പോൾ ദുര്യോധനൊരു മോഹം, ദ്രൗപദിയുടെ വസ്ത്രം ഒന്ന് ഊരണം. അതവിടെയുള്ള മുഴുവൻ ആൾക്കാരും കാണണം, എത്ര സഭ്യനാണെന്നൊന്ന് ആലോചിച്ച് നോക്കണം. സ്വന്തം അച്ഛനമ്മ കണ്ണിലൊരു പട്ടി കെട്ടിയെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ഒരു പട്ടി ഇരിക്കും പോലെ, അങ്ങനെ തന്നെ പറയാമല്ലോ. ആര്? ധൃതരാഷ്ട്രനും ഗാന്ധാരിയും അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ സാന്നിധ്യം എവിടെ ഉണ്ടോ? ചെവിയല്ല, അച്ഛനും അമ്മയും എവിടെ ഉണ്ടെന്ന് ദുര്യോധനന് കണ്ടു കാണുമല്ലോ. അവർ ഒരാൾ കണ്ടു കാണില്ല, ഒരാൾ കണ്ണിൽ പട്ടി കെട്ടിയിരിക്കുകയാണ്. എന്നാലും ഒരു മനുഷ്യജന്മം ജനിച്ചവൻ, അവരവിടെ ആ സിംഹാസനത്തിൽ ഇരിക്കണ്ടല്ലോ, അവർ മുമ്പർത്ത് സ്വന്തം അനിയനോട് പാഞ്ചാലയുടെ വസ്ത്രാരണം ചെയ്യാൻ പറയാൻ പാടുമോ? അപ്പോൾ ആ മനുഷ്യജന്മത്തിന് തന്നെ അവമാനമാണോ? ഒരു അച്ഛനമ്മയുടെ സാന്നിധ്യത്തിലാണോ അത് പറയണത്? എന്നാൽ ഗംഗാപുത്രൻ എന്ന് പറഞ്ഞ മഹത്തായ ശക്തി, ദേവിയുടെ പുത്രനായ ഭീഷ്മൻ അവിടെ ഒരു ശബ്ദത്തിൻ്റെ മുകളിൽ കൈയും കെട്ടിയിരുന്നോ? ദൈവതുല്യനായ ദ്രോണർ അവിടെ ഇരുന്നോ? എന്തിന് ലോകം മുഴുവൻ ദാനധർമ്മങ്ങൾ ചെയ്ത് ദാനശ്രേഷ്ഠൻ എന്ന് പേര് വഹിച്ച ദൈവം കൂടി ഓംകാര മന്ത്രങ്ങൾ അന്ന് കാലത്ത് യാഗകുണ്ടങ്ങൾ നടത്തുന്ന സമയത്ത് കർണൻ്റെ പേരും കൂടി ഉച്ചരിച്ച് പോകുന്നതാണ് പറയണത്. അന്ന് ആ കാലഘട്ടത്തിൽ കൃഷ്ണൻ്റെ പേര് എങ്ങനെ പറയണം, അതുപോലെ തന്നെ കർണൻ്റെ പേരും കൂടി പറയണം. അത്രയും ദാനശൂരനായ സൂര്യപുത്രനായ കർണൻ കൈകെട്ടിയിരുന്നോ? അന്ന് ഇവർ ഈ മഹാഭാരതത്തിൽ ഇത്ര കഥാപാത്രങ്ങളും കൈകെട്ടി കോമാളികളായി ഇരുന്ന ഇവരെ നമ്മുടെ മഹത്തായ ശ്രേഷ്ഠന്മാരെന്ന് പറഞ്ഞൊരു മഹാഭാരതം മുഴുവൻ പുകഴ്ത്തി പറയുന്നുണ്ടല്ലോ. അപ്പോൾ യഥാർത്ഥ ശ്രേഷ്ഠകൾ ആരാണ്? ആ ശ്രേഷ്ഠൻ്റെ കഥയിലേക്ക് ഞാൻ വരുന്നത്. എങ്ങനെ ശ്രേഷ്ഠലായി എന്നുള്ളത് അബലയായതുകൊണ്ടല്ല, അപമാനം സഹിച്ചത് കൊണ്ടല്ല ശ്രേഷ്ഠയായത്. അവിടുന്ന് വന്നപ്പോൾ ദ്രൗപദിയുടെ മനസ്സിലെന്താ അറിയോ? ഇത് നിറച്ചും മഹാവീരന്മാരെ കൊണ്ട് നിറഞ്ഞിറക്കണം എന്ന് വെച്ചാൽ യുഗാന്തരങ്ങൾ പിന്നെ ഉണ്ടായാലും ഭീഷ്മനെ പോലെയും ദ്രോണരെ പോലെയും കർണനെ പോലെയും അർജുനനെ പോലെയും യുധിഷ്ഠിരനെ പോലെയുള്ള മഹാവീരന്മാർ പിന്നെ ഈ ഭൂമി ഉണ്ടാവണ കാലം വരെ ഉണ്ടാവില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരുന്നു. അപ്പോൾ അവർ കാത്തിരുന്നത് ഒരു ശബ്ദത്തിന് വേണ്ടിയിട്ട്, എന്നെ രക്ഷിക്കാൻ ഒരു കൈകൾ വരും, ഒരു ശബ്ദം അവിടുന്ന് ഉയരും എന്നുള്ള വിശ്വാസത്തിൽ. അപ്പോൾ വേറെ ആരെയും വിളിക്കേണ്ട ആവശ്യമില്ല. ഒരാൾ എനിക്ക് വേണ്ടി ആ സിംഹാസനത്തിൽ എനിക്ക് തൻ്റെ ശബ്ദങ്ങൾ ത്യജിച്ച് ഭീഷ്മനൊന്ന് എണീച്ചിരുന്നെങ്കിൽ മൊത്തം ആ കുരുക്കുലം തന്നെ അവസാനിക്കാനുള്ള ശക്തി അവൻ്റെ കയ്യിലുണ്ട്. ദ്രോണർ ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, കർണൻ്റെ മനസ്സൊന്ന് നൊന്തിരുന്നെങ്കിൽ, ആരെങ്കിലും ചിന്തിച്ചോ? എല്ലാവരും ഇരുന്ന് നോക്കിക്കൊണ്ടിരുന്നു. മനസ്സിനുള്ളിൽ ചിലർ വിഷമിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടൊന്നും കാര്യമില്ല, പ്രതികരിക്കാത്തത് എന്തും വെറുതെയാണ്. അപ്പോൾ മഹാഭാരതത്തിൻ്റെ അവസാനം വരെ എല്ലാവരും പറയും അവർ ശ്രേഷ്ഠരാണ്, ഇവർ ശ്രേഷ്ഠരാണെന്നൊക്കെ പറയും. ഏറ്റവും ശ്രേഷ്ഠരായ ദ്രൗപദിയുടെ കഥാപാത്രത്തിൻ്റെ യഥാർത്ഥ കഥയിലേക്ക് നമ്മൾ വരുന്നുള്ളൂ. അപ്പോൾ അവിടുന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുവന്നു. ദ്രൗപദി കൺകളിൽ വെള്ളം നിറച്ച് എല്ലാവരും നോക്കി. പിതാവിന് തുല്യമായ ആ അന്തൻ, അങ്ങനെ തന്നെ വിളിക്കാമല്ലോ, ആ അന്തൻ അവിടെ ഇരിക്കുന്നുണ്ട്. പിതാവെ എന്നെ എങ്ങനെ ചെയ്യണം നിങ്ങൾ കാണലില്ലേ പറഞ്ഞു. കണ്ണിൽ പട്ടിയും കെട്ടിട്ട് അന്തി അല്ലാത്തത് അന്തിയായി, ശരിക്കും അന്തി ആവേണ്ടവൾ തന്നെ ആയിരുന്നു. കണ്ണ് കാണാൻ തന്നെ ജനിക്കേണ്ടവളായിരുന്നു. മനസ്സാക്ഷിക്കും കൂടി പട്ടി കെട്ടിയിട്ട് ഗാന്ധാരി അവിടെ ഇരുന്നു. അപ്പോൾ മുത്തശ്ശനാണ് പിതാമഹൻ, എത്രയോ യുഗങ്ങൾ കണ്ട തലമുറ കണ്ടവരുടെ അടുത്ത് പറഞ്ഞു എന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞു. ഗുരുക്കളെ, നിങ്ങൾ ഗുരു ദ്രോണറല്ലേ, നിങ്ങൾ ദൈവതുല്യരല്ലേ, ദൈവങ്ങളും പോലും നിങ്ങളെ വന്ദിക്കുന്നില്ലേ, എന്നെ രക്ഷിക്കൂ പറഞ്ഞു. എന്നിട്ട് മഹാവീരന്മാരായ പഞ്ചപാണ്ഡവരെ, നിങ്ങളുടെ ഭാര്യയായി ജനിച്ച എനിക്ക് ഈ ഗതിയാണോ, എന്നെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മിണ്ടായിട്ടുണ്ട്. അപ്പോൾ ആകെ സങ്കടപ്പെട്ട ദ്രൗപദിക്ക് ഒരു രക്ഷയില്ലാണ്ടായപ്പോൾ മാത്രമാണ് ദ്രൗപദിയുടെ ഇഷ്ട കൂട്ടുകാരനായ സഹോദര തുല്യനായ ശ്രീകൃഷ്ണ പരമാത്മാവിനെ വിളിച്ചത്. അപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് ശ്രീകൃഷ്ണൻ ഇങ്ങനത്തെ കാര്യത്തിലൊന്നും ഒരു ഡിലേ ചെയ്യില്ല. പക്ഷേ ശ്രീകൃഷ്ണൻ അതൊക്കെ അവിടെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഞാൻ എന്തുകൊണ്ടാണെന്നും കൂടി പറയാം. അപ്പോൾ അതൊക്കെ കേട്ടുകൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു. എപ്പോൾ എന്നെ വിളിക്കുന്നു പറഞ്ഞിട്ട് വിളിച്ചു. ശ്രീകൃഷ്ണ സംരക്ഷണം കൊണ്ട് ദ്രൗപദിക്കൊന്നും സംഭവിച്ചില്ല. ബാക്കി എല്ലാവരും തോറ്റു തുന്നം പാടി ഒക്കെ ശരിയാണ്. അതൊക്കെ കഴിഞ്ഞ ദ്രൗപദി ശപിക്കാൻ വേണ്ടി എണിച്ചു. അപ്പോൾ ആദ്യത്തെ ഡിവോഴ്സ് എന്ന് പറഞ്ഞത്, ആദ്യത്തെ വിവാഹമോചനം എന്ന് പറഞ്ഞത്, ആ അവൻ്റെ അരക്കുള്ളിൽ പോയി വിളിച്ചില്ലേ, നിങ്ങളെ വരാൻ പറഞ്ഞിട്ട് നിങ്ങളെ പണയം വയ്ക്കും എന്ന് പറയുമ്പോൾ ആദ്യത്തെ വാക്ക് പറഞ്ഞില്ലേ, എന്നെ പണയം വയ്ക്കാൻ അവർക്ക് എന്തധികാരം? ഭാര്യയെ പണയം വയ്ക്കാനുള്ള അധികാരം ഭർത്താവിനില്ല. ഞാൻ ദ്രുപദപുത്രിയാണെന്ന് പറഞ്ഞില്ലേ, പാഞ്ചാല നരേശൻ്റെ മകളാണ്, ദ്രുപദപുത്രിയാണെന്ന് പറഞ്ഞ ആ നിമിഷം
ഈ ലോകത്തെ ആദ്യത്തെ വിവാഹമോചനം നടന്നു കഴിഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ ചരിത്രത്തിലെ ആദ്യത്തെ വിവാഹമോചനം ഇത് തന്നെയായിരുന്നു. അപ്പോൾ ആ നിമിഷം അത് കഴിഞ്ഞോ? ശരിയാണോ അവർ ചെയ്തത്? ഒരു ഭാര്യയെ പണയം വയ്ക്കണവൻ എന്ത് ഭർത്താവാണ്? അപ്പോൾ ഈ 5 ഭർത്താക്കന്മാർ അതിന് തുല്യമായിരുന്നു. 5 ഭർത്താക്കന്മാരുടെ ഭാര്യയായി ജീവിക്കാൻ ഏതെങ്കിലും സ്ത്രീ ആഗ്രഹിക്കുമോ? ദ്രൗപദി ആഗ്രഹിച്ചതാണോ? അതും ദ്രൗപദിയുടെ വിധിയായിരുന്നു. ദ്രുപദ രാജാവ് ഒരു കാലഘട്ടം വരെയും ദ്രൗപദിയെ വെറുത്തിട്ടേ ഉള്ളൂ. ആ വെറുപ്പും കൊണ്ടും കൂടിയും ദ്രുപദ മഹാരാജാനെ സ്നേഹിച്ച് ആ കൊട്ടാരത്തിൽ ജീവിച്ച അതും ഒരു ശാപം തന്നെയായിരുന്നു. ജീവിതത്തിൽ ഒരു സന്തോഷം കാണാത്ത ആ അഗ്നിയും കൊണ്ട് ജനിച്ച ദ്രൗപദി അവസാനം ശപിക്കാൻ വേണ്ടി ഒരുങ്ങി. അന്നത്തെ കാലത്തൊരു ശാപം ഉണ്ടല്ലോ, ആ ശാപം നൽകാൻ വേണ്ടി കുരുവംശം തന്നെ നശിച്ചു പോട്ടെ, ഇതോടുകൂടി ഈ നിമിഷം എന്നിൽ ശക്തിയുണ്ടെങ്കിൽ, ഞാൻ പരിശുദ്ധനാണെങ്കിൽ ഈ കുരുവംശം നശിച്ചു പോട്ടെ എന്ന് ശപിക്കാൻ എണിക്കാൻ മാത്രം ആ കുരുടനും കണ്ണു തുറന്നു. ഗാന്ധാരിയുടെ ഭർത്താവിനും പെട്ടെന്ന് കണ്ടുപോത്തൊരു മകളെ അത് ചെയ്യരുത്, കുരുവംശം തന്നെ നാശാവും, ഞങ്ങളെ ക്ഷമിക്കണം, അതിൻ്റെ പകരം നിനക്ക് 2 വരദാനങ്ങൾ ചോദിച്ചു മേടിക്കാന്ന് പറഞ്ഞു. അതുവേറെ തൻ്റെ മക്കളും തൻ്റെ വംശവും നശിച്ചു പോകുന്നു പറയുമ്പോൾ അപ്പം അവിടെ കണ്ണ് കെട്ടിയിരുന്ന ഒരു മാതാവുണ്ടല്ലോ, അവർ മുമ്പർത്താണല്ലോ ഈ അവർക്ക് ഒരു സ്ത്രീയാണ്, മരുമകളാണ്, സഹോദരൻ്റെ പുത്രന്മാരുടെ ഭാര്യയാണ്. ഇതൊക്കെ ഉണ്ടായിട്ടും കൂടി കണ്ണിൽ അതും കെട്ടിയിരുന്ന് പട്ടിയും കെട്ടിയിരുന്ന് യഥാർത്ഥ കുരുടീന്ന് വിളിക്കുക. അപ്പ പൊന്തി മകളെ അത് ചെയ്യരുത് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പകരം നിനക്ക് 2 വരദാനങ്ങൾ ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ദ്രൗപദി മഹാഭാരതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായി മാറുന്നത്. എന്താണ് 2 വരങ്ങൾ? ചോദിച്ചോളൂ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. അവർക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കായിരുന്നു. ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടത് മുഴുവനും ചോദിക്കായിരുന്നു. പക്ഷെ അവർ ചോദിച്ചത് എന്തറിയോ? എൻ്റെ മാതൃരാജ്യമായ എൻ്റെ പാഞ്ചാലം എനിക്ക് തിരിച്ചു വേണമെന്ന്. എന്ന് വെച്ചാൽ ഇവർ എപ്പോൾ എന്താ സംഭവിക്കുന്നത് ഒന്നും അറിയില്ല. ഞാൻ ജനിച്ച എൻ്റെ മണ്ണെങ്കിലും എനിക്ക് തിരിച്ചു വേണം, എൻ്റെ പിതാവിൻ്റെ മണ്ണ്, എൻ്റെ മാതാവിൻ്റെ മണ്ണ്, പാഞ്ചാലം എനിക്ക് തിരിച്ചു വേണം പറഞ്ഞു. രണ്ടാമത് അവർ പറഞ്ഞു, നിങ്ങളുടെ അടിമയാക്കിയിട്ടില്ല എൻ്റെ ഭർത്താക്കന്മാർ എനിക്ക് തിരിച്ചു വേണം പറഞ്ഞു. അപ്പോൾ അവരുടെ മഹത്വം കണ്ടോ? ഒരു അനുവാദം കൂടി ചോദിക്കാണ്ട് ഭാര്യയെ പണയം വെച്ച ആ ഭർത്താക്കന്മാരെ മോചിതരാക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾ അടിമയാക്കി വെച്ചിട്ടില്ല എൻ്റെ ഭർത്താക്കന്മാരെ മോചിതരാക്കണം എന്ന് പറയുമ്പോൾ ധൃതരാഷ്ട്രം നെറ്റിയിൽ 2 പ്രാവശ്യം തല്ലിയെന്നാണ് പറയണത്. അയ്യോ മകളെ, ഇതിന് പകരമായിട്ട് നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാൻ വരുന്നല്ലോ, നിനക്ക് നഷ്ടപ്പെട്ടത് മുഴുവനും നിനക്ക് തിരിച്ചു വേണം ചോദിക്കുമ്പോൾ നീ മാതൃരാജ്യവും നിന്നെ പണയം വെച്ച ഭർത്താക്കന്മാരെയാണല്ലോ നീ ചോദിച്ചതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, എൻ്റെ ഭർത്താക്കന്മാർ കാല് പിടിച്ച് കരഞ്ഞല്ലോ. അപ്പോൾ പെണ്ണിൻ്റെ ഹൃദയം അത് നൊന്തു. എപ്പോൾ ആദ്യത്തെ ഡിവോഴ്സ് കൊടുത്തോ, ആദ്യത്തെ ഡിവോഴ്സ് എപ്പോൾ കൊടുത്തോ അതേ ഭാര്യ ആ കാലിൽ വീണ് ഞങ്ങൾക്ക് തെറ്റുപോയെന്ന് പറയുമ്പോൾ ഭർത്താവിന് പുനർജീവിക്കാനുള്ള അവസരം കൊടുത്തു. കാരണം അഗ്നി പോലെ ശക്തിയായവളും വെള്ളം പോലെ പവിത്രമായവളുമാണ് സ്ത്രീ എന്നുള്ളതിലെ ഏറ്റവും വലിയൊരു സാക്ഷിയാണ്. ഉദാഹരണമായ ദ്രൗപദി എന്ന് പറയണം മഹത്തായ ശക്തി. ദ്രൗപദി എന്ന് പറയുന്ന സാധാരണ മനുഷ്യന്മാർ ജനിക്കുമ്പോൾ ഒരു ഗർഭപാത്രത്തിൽ നിന്ന് ജനിച്ചതല്ല, അഗ്നിയിൽ നിന്നും യാഗകുണ്ടത്തിൽ നിന്ന് ജനിച്ചതാണ്. അതിൻ്റെ അതിൻ്റെ മനഃശുദ്ധിയും ശരീരശുദ്ധിയും ദ്രൗപദിക്കുണ്ട്. അതുകൊണ്ട് ദ്രൗപദിയെ കുറ്റം പറയാൻ ആർക്കും അധികാരമില്ല. ആ നന്മയുള്ള മനസ്സും ആ യാഗത്തിൻ്റെയും മന്ത്രത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലം തന്നെയാണ് തന്നെ പണയം വെച്ച ഭർത്താവിന് പോലും ഭർത്താക്കന്മാരെ പോലും പണയത്തിൽ നിന്ന് മോചിക്കാനുള്ളൊരു നല്ല മനസ്സുണ്ടായി. അപ്പോൾ ആ നല്ല മനസ്സിൻ്റെ ഉടമയാണ് ദ്രൗപദി. വെറുതെ അല്ല കൃഷ്ണൻ തൻ്റെ സഖിയായി തിരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ കൃഷ്ണനോടൊരു ചോദ്യം ചോദിച്ചു അവസാനം, കൃഷ്ണ നീ എന്ത് പണിയാണ് കാണിച്ചത്? നീ എവിടെ ഉണ്ടെങ്കിലും നീ ഭഗവാനല്ലേ. അപ്പം നീ ലോകത്തിൻ്റെ ലോകത്തിൻ്റെ ഏത് അറ്റത്തുണ്ടെങ്കിലും എനിക്കിങ്ങനെ ഒരു ആപത്ത് നടക്കുന്ന നിനക്ക് അറിയാമല്ലോ. എന്തുകൊണ്ടാണ് നീ ഈ ആപത്ത് നടക്കുന്നേക്കാളും മുമ്പ് നീ എന്നെ സഹായിച്ചില്ല? ഇത്രയൊക്കെ ഞാൻ കരഞ്ഞ് നിന്നെ വിളിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. കൃഷ്ണൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇന്ന് നമ്മളോടും കൃഷ്ണൻ അത് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ അറിയോ? എൻ്റെ സഖി, നീ ഒരു കാര്യം ആലോചിക്കൂ. നിനക്ക് കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു. കാരണം എന്താ പറഞ്ഞാൽ, നീ അവിടെ ഉള്ളപ്പോൾ നീ ചിന്തിച്ചാൽ എന്താ അറിയോ? അവിടെ ഭീഷ്മർ, ഗംഗാപുത്രനായ ഭീഷ്മനും ഒരുപാട് മഹാരഥികളെ അപ്പൊ ഗംഗാപുത്രനായ ഭീഷ്മനും ഒരുപാട് അപ്പോൾ ഗംഗാപുത്രനായ ഭീഷ്മനും അതുപോലെ തന്നെ ഒരുപാട് മഹാരഥികളായ ആൾക്കാരിൽ നീ അർപ്പിച്ച വിശ്വാസം നീ എന്നിൽ അർപ്പിച്ചിരുന്നോ? ആ അർപ്പണാബോധം നീ എന്നിൽ കുറച്ചുണ്ടെങ്കിൽ നീ ആദ്യം എന്നെ ആയിരുന്നില്ലേ വിളിക്കേണ്ടായിരുന്നത്? അപ്പോൾ അവരൊക്കെ കഴിഞ്ഞ് ഞാൻ മതിയെന്ന് നീ തീരുമാനിച്ചപ്പോൾ അവൻ്റെയൊക്കെ കഥാപാത്രത്തിൻ്റെ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞ് പോട്ടെ, അവരെന്താണ് ചെയ്യണമെന്ന് ഞാനും കൂടി ഒന്ന് കാണട്ടെ, എന്നിട്ട് നീ വിളിക്കുമ്പോൾ ഞാൻ വന്നല്ലോ സഖി. നീ എന്താ വിചാരിച്ച്? ഭീഷ്മ പിതാമഹ, ഇത്രയും വലിയ സാമ്രാജ്യം, അവിടെയുള്ള മഹാരഥികൾ നിന്നെ രക്ഷിക്കും, ആൾക്കാർ അവരൊക്കെ നിന്നെ സംരക്ഷിക്കും. അത് കഴിഞ്ഞിട്ട് മഹാരഥന്മാരുടെയൊക്കെ പന്തി കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള ജനങ്ങൾ നിന്നെ കാത്തുരക്ഷിക്കും. ആ ജനങ്ങളും കാത്തുരക്ഷിച്ചില്ലെങ്കിൽ മാത്രം കൃഷ്ണൻ മതി എന്നല്ല നീ വിചാരിച്ച്. അതുകൊണ്ടാണ് എൻ്റെ സഖി
എല്ലാം കഴിഞ്ഞ് അവസാനം ഞാൻ വന്നത്. കാരണം വിളിച്ച അപ്പൊ തന്നെ ഞാൻ വന്നില്ലേ. അപ്പോൾ അവസാനം നീ വിളിച്ചു, അവസാനം ഞാൻ വന്നു. എന്തുകൊണ്ടാണ് നീ ആദ്യം തന്നെ എന്നെ വിളിച്ചില്ല? അപ്പം എന്നെക്കാട്ടിലും നീ വിശ്വാസം അർപ്പിച്ചത് അവരിലാണ്. അത് കഴിഞ്ഞ് കൃഷ്ണൻ പറഞ്ഞു, ഈ മഹാഭാരതത്തിലെ ഏറ്റവും വലിയ ത്യാഗം സഹിച്ചവൾ എന്ന് വെച്ചാൽ പിതൃതുല്യരായ ആൾക്കാരുടെ മുമ്പർത്ത്, ഗുരുതുല്യരായ ആൾക്കാരുടെ മുമ്പർത്ത്, ആ കുരുവംശത്തിൻ്റെ മുഴുവൻ പ്രജകളുടെ മുമ്പർത്ത് സ്വന്തം മാനത്തെ ത്രാസിൽ വെച്ച് തലോടുമ്പോൾ കരയാൻ മാത്രമായി നിന്ന് ഒരാളും സഹായിക്കാനുള്ള അപരയായ ഒരു സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീ തന്നെയാണ് ഈ കാലഘട്ടത്തെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ത്രീ. മഹാഭാരതം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ശ്രേഷ്ഠ, കുരുവംശം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായ സ്ത്രീ നീയാണെന്ന് പറഞ്ഞു. എന്നിട്ടും തന്നെ ദ്രോഹിക്കുക. ഏറ്റവും വലിയ ദ്രോഹം എന്താ അറിയോ? ഒരു പെണ്ണിൻ്റെ അഭിമാനത്തിനെ പണയം വയ്ക്കുക എന്നുള്ളതാണ്. അത് മഹാഭാരതമായാലും ശരി, ഇന്നുള്ള ഭാരതമായാലും ശരി, ഒരു പെണ്ണിനെ പണയം വയ്ക്കുന്നതിനെക്കാട്ടിലും വലിയ കുറ്റമൊന്നും ഒരു കൊലപാതകം കൂടി ഇല്ല. ഒരാളെ കൊന്നാലും ഇത്ര വലിയൊരു തെറ്റില്ല, പക്ഷെ ഒരു പെണ്ണിനെ പണയം വയ്ക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ തെറ്റാണ്. ആ തെറ്റ് ചെയ്ത ഭർത്താക്കന്മാരിനെ കൂടി മോചിക്കാൻ ആവശ്യപ്പെട്ട ദ്രൗപദിയുടെ മനസ്സും ദ്രൗപദിയും. ഈ കഥാപാത്രം എത്ര പേര് മനസ്സിലിങ്ങനെ കൊണ്ടു നടക്കാറുണ്ട്. മഹാഭാരതം എന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണനെ ഓർമ്മ വരും, അർജുനനെ ഓർമ്മ വരും, കർണനെ ഓർമ്മ വരും, ഭീഷ്മനെ ഓർമ്മ വരും, ദ്രോണരെ ഓർമ്മ വരും. ഈ കഥാപാത്രത്തിൽ വായിക്കുമ്പോൾ മാത്രം വായിക്കുമ്പോൾ ചിലര് അവഹേളിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. 5 ഭർത്താക്കന്മാർ പാഞ്ചാലി എന്നൊക്കെ പറയും. ആ പാഞ്ചാലി 5 ഭർത്താക്കന്മാരുള്ളത് കൊണ്ടല്ല അവൾ പാഞ്ചാലിയായത്. പാഞ്ചാലി നരേശന്റെ മകളായതുകൊണ്ടാണ്. പാഞ്ചാലി നരേശൻ ദൃപദന്റെ മകൾ. അതുകൊണ്ട് പണ്ട് കാലത്തെ ആൾക്കാർക്കൊക്കെ പാഞ്ചാലി എന്ന് പേര് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആൾക്കാരെ തെറ്റിദ്ധരിക്കും, എന്താ നിന്റെ പേര് പാഞ്ചാലി എന്ന് വെച്ചാൽ എനിക്ക് 5 ഭർത്താക്കന്മാരാണോ? യഥാർത്ഥത്തിലല്ല. കളിയാക്കി ചോദിക്കും, അതല്ല. പിന്നെ അവർ ശ്രേഷ്ഠ ദ്രാവണ്ണിൽ നിന്ന് ജനിച്ച അവർ എന്നും പവിത്രരാണ്, അല്ലെ? അഗ്നിശുദ്ധിയുള്ള ശുദ്ധി, അതിനേക്കാൾ ശുദ്ധിയുള്ളത് ഈ ലോകത്ത് ഏതാണുള്ളത്? ഒന്നുമില്ല. അപ്പോൾ നമ്മളെല്ലാം എല്ലാ പേരുകളും പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സങ്കടങ്ങൾ അനുഭവിച്ച്, ഏറ്റവും കൂടുതൽ വേദനകൾ അനുഭവിച്ച്, തൻ്റെ സ്വന്തം അത്രയും വീരപുരുഷന്മാരായ ആൾക്കാരുടെ മുമ്പർത്ത് വേദനകളും മുറിവുകളും സംഭവിച്ച് നിലത്തിട്ട് വലിച്ച് മുടി പിടിച്ച് ചുരുട്ടി തൻ്റെ വസ്ത്രാരണം ചെയ്ത് ഇങ്ങനെയൊക്കെ അപമാനങ്ങൾ സഹിച്ചിട്ട് ആ ഭർത്താക്കന്മാരെ കൈവിടാതെ അവരുടെ ഒപ്പം നിന്ന് ആ ഒരു ധൈര്യം, ആ ഒരു ചങ്കൂറ്റം, സ്ത്രീ എന്നുള്ള ശക്തിക്ക് ഒരു ഉദാഹരണമാണ് ദ്രൗപദി. മഹാഭാരത യുദ്ധം അവസാനിക്കുന്ന വരെ എന്നും ദുഃഖമുദ്ര തന്നെ ആയിരുന്നു. അവർക്ക് ദുഃഖം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ദുഃഖത്തിനെ പ്രതിരോധിക്കാൻ ശയിച്ച് സ്ത്രീ എന്ന ശക്തിക്ക് ഒരു പ്രതിബിംബമാണ് ദ്രൗപദി. നമ്മൾ മറ്റുള്ള പുരാണങ്ങളിലൊന്നും ഇത്രയൊന്നും ദുഃഖം സഹിച്ച ഒരു സ്ത്രീയെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. യഥാർത്ഥമായി ഏറ്റവും വലിയ ദുഃഖപുത്രി എന്ന് പറഞ്ഞാലും ശരിക്കും പറയുകയാണെങ്കിൽ സീതാദേവിയാണോ ദുഃഖപുത്രി എന്ന് പറഞ്ഞാൽ സീതാദേവിക്ക് ശ്രീരാമനായിട്ടുള്ള വിരഹ ദുഃഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ രാവണൻ ഒരിക്കലും സീതാദേവി ഒരു മോശമായിട്ട് പെരുമാറിയിട്ടില്ല. പക്ഷേ ഇവിടെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച ഒരു സ്ത്രീയാണ് മഹാഭാരതത്തിലെ ദ്രൗപദി. അപ്പോൾ ദ്രൗപദിയെ നമ്മൾ ഒരിക്കലും മറക്കരുത്. മഹാഭാരതത്തിൻ്റെ ഓരോ അക്ഷരങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും ദ്രൗപദി എന്നുള്ളൊരു കഥാപാത്രം മനസ്സിൽ നിറഞ്ഞു വരും, അല്ലേ? സങ്കടത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും പ്രതിരൂപമായിരുന്നു ദ്രൗപദി. അങ്ങനെ ചില സ്ത്രീ കഥാപാത്രങ്ങൾ സാക്ഷ്യമാണ് മഹാഭാരതത്തിൽ എന്നും ഓർക്കേണ്ട ഒരു പേരാണ് ദ്രൗപദി, അല്ലേ? അവർ എന്നും അത്രയൊക്കെ ദുഃഖങ്ങൾ അനുഭവിച്ചാലും അവരെല്ലാവർക്കും പ്രചോദനമായിരുന്നു. എല്ലാവർക്കും ധൈര്യം കൊടുത്തു, അല്ലേ? എല്ലാം നടത്താനുള്ള ഒരു ധൈര്യം, ശക്തി എല്ലാം അവരിൽ നിന്ന്. ഒരു പുരുഷന്റെ പിന്നിൽ ഒരു സ്ത്രീയുടെ ശക്തി ഉണ്ട് പറയുമ്പോൾ യഥാർത്ഥ ശക്തിയായിരുന്നു അവർ. അപ്പൊ ശക്തിയായും ത്യാഗിയായും ജീവിച്ച ഇതാണ് ഇന്നത്തെ നമ്മുടെ അയലക്കറി. അപ്പോൾ ഇത് നമ്മുടെ അയലക്കറി. അപ്പോൾ ആ ത്യാഗത്തിൻ്റെയും പരിശുദ്ധിയുടെയും ജനങ്ങൾ മഹാഭാരതത്തിൻ്റെ ഇടയ്ക്ക് മറന്നുപോയ ദ്രൗപദി എന്ന കഥാപാത്രത്തിൻ്റെ പേരിലാവട്ടെ ഇന്നത്തെ ഈ വീഡിയോ, അല്ലേ? അപ്പോൾ നന്മയുള്ള മനസ്സുള്ള, നന്മയുള്ള, സ്നേഹം നിറഞ്ഞ, വാശി നിറഞ്ഞ, അല്ലെങ്കിൽ ശബദബദ്ധളായ, അങ്ങനെ എല്ലാം കൊണ്ടും അഗ്നി പോലെ ശുദ്ധിയായ പരിശുദ്ധരായ ദ്രൗപദിയെ എന്നെന്നും മനസ്സിൽ ഓർക്കണം. കാരണം എന്താ പറഞ്ഞാൽ ദ്രൗപദിയെ കളിയാക്കി പറയല്ല, കളിയാക്കേണ്ട അർഹതയൊന്നും നമുക്ക് ആർക്കും ഇല്ല. ദ്രൗപദി യഥാർത്ഥ ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ ദ്രൗപദിയോടുള്ള ബഹുമാനം നമുക്ക് കൂടുകയേ ചെയ്യുള്ളൂ. അത്രയും ശ്രേഷ്ഠയാണ്. നമ്മുടെ മനസ്സിലത്തെ അവരുടെ ആ കഥാപാത്രം അവരെന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും അപ്പോഴാണ് അവരുടെ മഹത്വം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്നെല്ലാവർക്കും ബൈ.